ഓക്കെ. അപ്പൊ ചേച്ചി ഇപ്പൊ ഹോട്ട് സീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും ഇപ്പം ലൈക്ക് നമ്മളിത് എത്രത്തോളം ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും പക്ഷെ അതിനകത്ത് ഒരുപാട് കമന്റ്സ് ഒക്കെ ചിലപ്പോൾ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല തൊലിക്കെട്ടി വേണം കേട്ടോ. ഹോട്ട് സീറ്റ് ആണെങ്കിൽ നല്ല തൊലിക്കെട്ടി വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു മനസ്സെന്താന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ എപ്പോഴും പബ്ലിക്കിൻ്റെ ഇടയിൽ നിൽക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു വലിയ ആഗ്രഹം LLBക്ക് പോകണമെന്നായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ബിക്കോസ് എനിക്ക് റാങ്ക് കിട്ടിയിട്ടും എൻ്റെ ഫാമിലിയുടെ ഒരു ഇഷ്യൂസ് കൊണ്ട് എനിക്ക് നടന്നില്ല. ഒരു ഇച്ചിരി ഓർത്തഡോക്സ് ആയതുകൊണ്ട് അവർ വിട്ടില്ല. അതാണ് അതിനെവിടെയും പറയും എനിക്ക് അത് നല്ല പ്രതിഷേധമുണ്ട്. ഞാൻ ക്രിമിനൽ ലോയർ ആകേണ്ട ആളാണ്. അതെന്നെ വിട്ടില്ല. ഏറ്റവും വലിയ ശിക്ഷണമായി. അതെ അതെ, സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഈ സമയത്ത് ഈ പേജിൽ എനിക്ക് സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എന്റെ കഴിവ് വെച്ചിട്ട് അത്രയും കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ +2 കഴിഞ്ഞപ്പോൾ എഴുതിയതാണ് LLB. അതിൽ എനിക്ക് 500ാമത്തെ റാങ്ക്, 535ാമത്തെ റാങ്ക് ആണ് എന്റെ ഓർമ്മ. അത് ഞാൻ ഒരു കോച്ചിങ്ങിനും പോയില്ല. വീട്ടിൽ നിന്ന് ഒരൊറ്റ പുസ്തകം മാത്രം പഠിച്ചതാണ്. ഞാൻ അങ്ങനെ എഴുതിയ ആളാണ്. എറണാകുളത്താണ് ഒന്ന് എൻട്രൻസ് എഴുതിയത്. എന്നിട്ട് എന്നെ വിട്ടില്ല. അതിന്റെ ഒരു വാശിക്ക് ഞാൻ പിന്നെ PG ഇംഗ്ലീഷാണ് PG ചെയ്തത്. ഇംഗ്ലീഷും അതൊക്കെ കോളേജൊക്കെ ഞാൻ മാക്സിമം ഉഴപ്പി. പഠിത്തത്തിന് ഒരു വാല്യൂ ഇല്ലാതാക്കി കളഞ്ഞു. ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പഠിപ്പിക്കാഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയോ പഠിച്ച് ജയിച്ചു മുന്നോട്ട് പോയി എന്നുള്ള അല്ലാതെ ഭയങ്കര പഠിപ്പിച്ച സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചായിരുന്നു. 10th വരെ ഞാൻ നല്ല പഠിപ്പിച്ചായിരുന്നു. സ്കൂൾ ടോപ്പർ ആയിരുന്നു. സ്കൂളിൽ ഏറ്റവും നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ടീച്ചേഴ്സിന്റെ പറ്റായിരുന്നു. സ്കൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മെമ്മറിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പബ്ലിക്കിനിടയിൽ നിന്ന് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, സേവനം ചെയ്യണം, അവർക്ക് വേണ്ടി സംസാരിക്കണം. പക്ഷേ എൻ്റെ കൈകൾ കെട്ടപ്പെടാൻ പാടില്ല. അപ്പം ഞാനും ആദ്യം ആലോചിക്കും ഞാനൊരു IAS കാരിയായാൽ മതിയെന്ന്. എൻ്റെ +2 സ്വപ്നങ്ങളായി പറഞ്ഞു. ഞാൻ എൻ്റെ ഈ സ്വപ്നങ്ങൾക്ക് 10-20 വർഷം മുമ്പുള്ള പഴക്കമുണ്ട്. ഒരു 4 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. ഇന്നും ഇന്നലെ ഞങ്ങളുടെ സ്വപ്നങ്ങളല്ല ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഒറ്റ സ്റ്റെപ്പേ കയറിയിട്ടുള്ളൂ. ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. രണ്ടാമത്തെ യൗവനമാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ആദ്യത്തെ യൗവനത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വപ്നങ്ങളിൽ തന്നെ നടക്കുമായിരുന്നു ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർ ആവുക, ഡോക്ടർ അല്ല ഒരു IAS കാരിയാവും. നമ്മുടെ മമ്മൂക്കട മറ്റേ മുടിയൊക്കെ ഇട്ട് ആ സാധനം. അപ്പൊ ഞാൻ IAS കാരി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പോലീസ് IPS വാണിജ്യോധന കാണുമ്പോൾ നോക്കും പോലീസ് ആയാൽ മതി. അതാണ് ഒരു ഐഡിയൽ ഒരു എന്താ പറയാ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്നെ പിന്നെ പോലീസുകാർ തങ്കമ്മ എന്നൊക്കെ ഈ മറ്റേ നെഗറ്റീവ് കമന്റ് ഇവിടെ തങ്കമ്മയാടാ പോലീസുകാർ തങ്കമ്മയാന്നൊക്കെ പറയും, പൊന്നമ്മയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഇവളെന്താ പോലീസുകാരിയാണോ എന്നിട്ട് ആങ്കറിങ്ങിന് വന്നിരിക്കുന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പോലീസ് അപ്പൊ പിന്നെ എനിക്ക് വന്നത് ഇത് ബ്യൂറോക്രാറ്റിക് അടിമകളാണ് അവരൊക്കെ. അവർക്കൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ പോലീസുകാരെ കളിയാക്കൊന്നുമല്ല. അവിടെ എൻ്റെ അച്ഛനൊരു പോലീസിലായിരുന്നു. പിന്നീട് പുള്ളി NRI ആയതാണ്. എങ്കിലും പോലീസുകാർക്ക് ലിമിറ്റേഷൻസ് ആണ്. അവർക്ക് നിയമം നടപ്പിലാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പല കാര്യങ്ങളിലും അവർ പിന്നോട്ട് വലിക്കപ്പെടും. എനിക്കത് പറ്റത്തില്ല. ഞാൻ ഒരാള് ഞാനിപ്പോ മെഹർ ഒരു ടൈക്കൂണാന്നിരിക്കട്ടെ, ഒരു ഡോൺ ആന്നിരിക്കട്ടെ, മെഹറിനെ കുറിച്ച് ഞാൻ 2 വർത്താനം പറയാം. മെഹർ എന്നെ ഒന്ന് പേടിക്കണം, അന്ത ഭയം ഇരിക്കട്ടും. പക്ഷെ മെഹറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്ത് അനീതിക്കെതിരെ ഞാൻ ശബ്ദിക്കുമ്പോൾ എന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഭയം അവർക്കുണ്ടാവണം. പക്ഷെ ഞാൻ എൻ്റെ നീതിക്കൊപ്പം ആയിരിക്കണം സംസാരിക്കേണ്ടത്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന അഴിമതികൾക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഒരു മീഡിയയിൽ ഇരുന്നുകൊണ്ട് അത് ബൈ ചാൻസ് സംഭവിച്ചു പോയതാണ്. മേ ബി ഒരു പക്ഷേ എൻ്റെ വഴിയിൽ വന്ന എനിക്കൊരു പാഠമായിരിക്കണം ഈ ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ളവരാണ്. വളരെ നന്മ പറയുന്ന വളരെ കുറച്ച്, ജെന്യൂനായിട്ട് നന്മ പറയുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടായിരിക്കും. നമ്മളെ തകർക്കാൻ നോക്കുന്നവരാണ് ഭൂരിഭാഗം. നമ്മൾ വളരും തോറും നമുക്ക് ശത്രുക്കൾ കൂടുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സോ ഈ ക്രിട്ടിസിസം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇവർ പറയുന്നത്. ഇവരെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവരെ ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാൽ അങ്ങനെ വളരെ മോശമായിട്ടൊക്കെ കമന്റ്സ്, വളരെ മോശം. പക്ഷെ അപ്പൊ എനിക്ക് ഈ ചാനലിന്റെ അടി പോയി ഇതിപ്പോ നിങ്ങളുടെ ചാനലിൽ എനിക്ക് കമന്റ് വന്നാൽ എനിക്കത് വന്ന് തിരിച്ച് കമന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അവിടുത്തെ ആങ്കറാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചാനലുണ്ട്. ആ ചാനൽ മോട്ടിവേഷൻ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവിന്റെ എനിക്കൊരു രേണുസുധീർ ഇന്റർവ്യൂവിനെതിരെ ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. അതിനെതിരെ എനിക്കറിയാം ഇവന്മാരൊക്കെ വരണം എന്റെ ചാനലിൽ വരണം. അതിനുവേണ്ടി മനഃപൂർവ്വം ഇട്ടതാണ്. മനഃപൂർവ്വം ഇട്ടപ്പോ വന്നു. അതേതാണ്ട് 4 ലക്ഷം 5 ലക്ഷം അടിച്ചു പോയത്. അങ്ങനെ എന്റെ ചാനൽ മോട്ടിവേഷനായി. സന്തോഷായി. പക്ഷെ ഇപ്പം രേണുസുധിയുടെ ഇന്റർവ്യൂ ആണെങ്കിൽ ചേച്ചിയുടെ ഭയങ്കര വൈറലായിരുന്നു. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ചേച്ചിക്ക് ശരിക്കും രേണുസുധി ചെയ്യുന്ന കാര്യങ്ങൾ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ചേച്ചി എനിക്ക് പേഴ്സണലി അവരെ ഇഷ്ടമാണ്. ബിക്കോസ് ഷീ ഈസ് എ ഹാർഡ് വർക്കിംഗ് വുമൺ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആരുടെയും അടുക്കള കാര്യങ്ങൾ അന്വേഷിക്കും, കിടപ്പുറങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ആരുടെയും അവിഹിതങ്ങൾ അന്വേഷിക്കാനോ പോകുന്നില്ല. അവർ സുധിച്ചേട്ടന്റെ വൈഫാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഗോപികയും ദിലീപും ചെയ്ത റീൽസ് അതേ കോസ്റ്റ്യൂം ഇട്ട് അവരും ദാസേട്ടനും കൂടെ ചെയ്തതല്ലേ ഉള്ളൂ. അതിൽ എന്തിനാണ് മലയാളികൾക്ക് ഇത്ര അങ്ങനെ നന്മമരമാണ് മലയാളി എങ്കിൽ എന്തുകൊണ്ട് ഈ എന്താണ്ടൊരു പേരുണ്ട് അവർക്ക് ആരാണ് മോശം കമ്പനി കൊടുത്തിരിക്കുന്നത്? സബ്സ്ക്രൈബ് ചെയ്ത് കിടക്കുക നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉളുപ്പുണ്ടവനൊക്കെ. എന്നിട്ട് അവർ രേണുസുധിയെ പറയുന്നതിന്റെ ആ ഒരു ലോജിക്ക് അന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവർ പോക്ക് കേസ്. ഞാൻ പറഞ്ഞു എങ്ങനെ പറയാൻ പറ്റുന്നു? എൻ്റെ ഫാമിലിയുള്ളവർ ചോദിക്കും ഷീസ് എ ഫ്രോഡ്. ഹൗ ക്യാൻ യു സേ ദാറ്റ്? എങ്ങനെ പറയാൻ പറ്റുന്നു? ഷീസ് ഹാർഡ് വർക്കിംഗ്. നമ്മുടെ കൺമുമ്പിലല്ലേ കാണിക്കുന്നത്. അവർ ഒളിഞ്ഞു പറഞ്ഞു ഒന്നും അതിന് അവരുടെ വീട്ടിൽ പോയി നോക്കുക, അവരുടെ വീടിനടിയിൽ സുധിച്ചേട്ടനെ കപ്പ് കിടക്കാൻ നോക്കുക, പിന്നെ അവരുടെ മകനെ അതിനകത്ത് പിടിച്ച് വലിച്ചിടുക. എന്തുവാണ് ഇവർക്ക് ആർക്കും പൈസ കിട്ടുന്നില്ലല്ലോ. പിന്നെ ഒരു മനസ്സും ഒരു അന്തസ്സില്ല. എന്തായാലും പണി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബ് തന്നെ ഓരോരുത്തർക്കും പണി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ചാനലുകാരാണ് ഏറ്റവും വലിയ മാരകം.
ഈ ചാനലുകാരെ ഒന്നും രേണുസു ഡയറക്റ്റ് ആക്രമിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നിവർത്തി കെട്ടിട്ടാണ് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഈ ചാനലുകാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവര് രേണുസുധീനെ വെച്ച് തന്നെ കണ്ടന്റ് ഉണ്ടാവും. അതെ, രേണുസുതിയെ വെച്ച് വിറ്റ് കാശാക്കി. എന്റെ ചാനലിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, രേണുസുതിയെ വിറ്റ് ഞം കഴിച്ചിട്ട് ഒരു നാണവും ഇല്ലാതെ രേണുസുതിയെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. എന്നിട്ടും അവർ കേസ് കൊടുത്തു. ഇപ്പൊ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ടും വിടാതെ കുറെ സൈക്കോ ഇൻഫ്ലുവൻസേഴ്സ് ഇരുന്നുകൊണ്ട് കുറെ, എല്ലാവരും അല്ലേ കേട്ടോ, വളരെ 1, 2, 3, 4 പേര്. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവന്മാർ എന്നെ മറ്റേ അറക്കാൻ വന്നേക്കും. എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്റെ ചാനൽ ഇരുന്ന് പറഞ്ഞു, എന്നെ പറഞ്ഞിട്ടുണ്ടോ അവന്മാര്. ശാരിക ചേച്ചിക്ക് ഒരു പണിയില്ല, ശാരിക ചേച്ചി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചെയ്യുന്നത്. ചില അമ്മാച്ചമ്മ, ഞാൻ പറഞ്ഞ എന്നെ ശാരിക അമ്മായി എന്ന് വിളിക്കുന്നവന്മാർ, ഞാൻ അപ്പോൾ അമ്മാവാന്ന് തന്നെ വിളിച്ചു പറയും. പക്ഷെ എന്റെ ചാനലിന്റെ താഴെ വന്നിട്ട് എന്നെ തെറി പറഞ്ഞ ഒരു തെറിയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്നെ അച്ഛനെ തിരിച്ചു വിളിക്കും, എൻ്റെ അമ്മയ്ക്ക് വിളിക്കും, എൻ്റെ മകൾക്ക് വിളിക്കും, എൻ്റെ കുടുംബക്കാർക്ക് വിളിച്ച നല്ല പൂരം. ഇവന്മാരെന്താ വിചാരിക്കും നമുക്കൊന്നും തെറി അറിയത്തില്ലെന്നാ? നമുക്ക് നല്ല തെറി അറിയാം, നല്ല പച്ച തെറി. എനിക്ക് ഇംഗ്ലീഷും മലയാളത്തിലും നല്ല തെറികൾ അറിയാം. നല്ല തെറി എന്റെ ചാനലിൽ വിളിച്ച്, എന്റെ കുടുംബമാണ് എന്റെ ചാനൽ എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയെടുത്ത് എന്റെ തറവാടാണ്. എന്റെ തറവാട്ടെ ഒന്ന് കളിച്ച തിരിച്ച് ഉറപ്പായിട്ട് ഞാൻ വിളിച്ചിരിക്കും. അതാണ് എൻ്റെ നിലപാട്. അതിന് ചിലവന്മാർ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പറയും, ഓ ഇവളുടെ സംസ്കാരം കാണണമെങ്കിൽ. എനിക്ക് ഹോട്ട് സീറ്റ് കൊണ്ട് എനിക്ക് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ. അത് നേരത്തെ ചോദിച്ചല്ലോ, അതൊക്കെ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ വന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരെ വന്ന് തെറി പറയാൻ തുടങ്ങി. ഒരു സ്ത്രീകളാണ് കൂടുതലും. സ്ത്രീയുടെ ഫേക്ക് ഐഡന്റിറ്റി ആണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാനവിടെ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ അവർക്ക് ഫോട്ടോസ് ഒക്കെ ഉണ്ട്, അവർ ഫേക്ക് ഐഡന്റിറ്റി അല്ല. അപ്പൊ അവരെന്നോട് പറയുന്നത്, ഓ ഇവളുടെ സംസ്കാരം എന്താണെന്ന് എനിക്കറിയാം, ഇവള് തെറി പറയുന്നവന്റെ ഇവളുടെ ചാനലിൽ വന്ന് നോക്കിയാൽ ഇവർ കൊടുക്കുന്ന മറുപടി കേൾക്കുമ്പോൾ ഇവള് ചന്തമേരിയാണെന്ന്. അല്ല, എന്റെ തന്തയ്ക്കോ എന്റെ തള്ളയ്ക്കോ എന്നെ തെറി വിളിക്കുന്നവളെ പിന്നെ ഞാൻ രാജകുമാരി എന്ന് വിളിച്ച് അപസംബോധന ചെയ്യണോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വിടലകളാ ഉള്ളത്. ഞാൻ പറയാം, സമൂഹത്തിലിരിക്കുന്ന സൈബർ റോളുകളെല്ലാം വിടലകളാ. ചേച്ചി അച്ഛനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അച്ഛന്റെ മരണം ചേച്ചിനെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് തളർത്തി. അപ്പൊ അച്ഛനെയൊക്കെ ഇങ്ങനെ തെറി പറയുമ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് ലൈക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് തിരിച്ച് ഇപ്പൊ ഈ പറയുന്ന പോലെ മറ്റേ ചാനലിന്റെ താഴെ വന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ശ്രദ്ധിക്കാറില്ല. മറ്റേ ചാനലിൽ താഴെ കമന്റ്സ് ഒന്നും ഞാൻ നോക്കത്തില്ല. പക്ഷെ എന്റെ ചാനലിൽ വന്ന് ഞാൻ മനഃപൂർവ്വം വിളിക്കുന്ന, എനിക്ക് 2 പറയണമല്ലോ, 2 പറയുമ്പോൾ എനിക്ക് ആനന്ദമാണ് ഉള്ളത്. ഞാൻ പറയാം, അവർക്ക് ആനന്ദം കിട്ടുന്ന പോലെ എനിക്ക് തിരിച്ച് പറയുമ്പോൾ ആനന്ദം ഉണ്ടല്ലോ, അത് പറയും. പിന്നെ വിഷമം ഞാൻ ചിന്തിക്കും, എടാ ഇവനൊന്നും, ഞാൻ നമ്മൾ മെച്ചോർഡായിട്ട് ചിന്തിക്കും. നമ്മൾ ഇമോഷണൽ ആയാൽ നമ്മൾ തകർന്നു പോകത്തേ ഉള്ളൂ. ഞാൻ ചിന്തിക്കും, എൻ്റെ പപ്പയെ പറഞ്ഞാൽ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യും, എൻ്റെ അമ്മയെ പറഞ്ഞാലും ഫീൽ ചെയ്യും, എൻ്റെ ബ്രദറിനെ പറഞ്ഞാലും ഫീൽ ചെയ്യും. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെ ഫീൽ ചെയ്തിട്ട് കാര്യമില്ല. ഫീൽ ചെയ്ത് നമ്മൾ ഡൗൺ ആയി. ഇപ്പം മെഹറിന് അറിയാം, മെഹറെ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മെഹറിന്റെ വീട്ടിൽ നിന്ന് 2 ചീത്ത വിളിച്ച മെഹർ ഡൗൺ ആവും. മെഹറിന്റെ ഇന്റർവ്യൂ മൊത്തം കുളമാവും അല്ലേ? മെഹർ എനിക്ക് തോന്നുന്നില്ല ഭയങ്കര വിൽ പവറുള്ള ആളാണെന്ന്. മെഹർ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടൊരു വ്യക്തിയാണ്. സോ മെഹറിന് വിഷമിക്കും ഇവിടെ വന്നിട്ട്. അപ്പോൾ മെഹറിന്റെ ഷോ കുളമാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതാ ചിന്തിക്കുന്നത്. എന്നെ തെറി വിളിച്ചാൽ ഇനി മുന്നോട്ടുള്ളതെല്ലാം ഇങ്ങനത്തെ ഷോകളായിരിക്കും, നമുക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നവരെ ഞാനിത് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ ഹോട്ട് സീറ്റോ അല്ലെങ്കിൽ മറ്റിതുപോലുള്ള ചാനലുകളോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പാഷൻ മാത്രമല്ല, എൻ്റെ ഒരു ജീവനോപാധി കൂടിയാണ്. അപ്പം ഞാൻ അവിടെ മടിച്ചു നിന്നാൽ എൻ്റെ വരുമാന മാർഗം കൂടെയാണ് നിലച്ചു പോകുന്നത്. അപ്പോൾ സോ അത് പാടില്ല. ഞാനവിടെ എക്സൽ ചെയ്യണം. അപ്പം ഞാൻ ചെയ്യുന്നത്, ഇനി എത്ര തെറി പറഞ്ഞാലും ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ എന്തായാലും എൻ്റെ മനസാക്ഷിക്ക് എതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും മെഹറാണ് എൻ്റെ ഗസ്റ്റ് എങ്കിൽ മെഹറിന്റെ പൂർണ്ണ പെർമിഷനോട് കൂടിയാണ് ഞാനത് ചെയ്യുന്നത്. എനിക്കും ഗസ്റ്റിനും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കതിൽ റിഗ്രറ്റ്സ് ഇല്ല. അപ്പം ലൈക്ക് ഇപ്പം ചേച്ചിയാണെങ്കിൽ ഇപ്പൊ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് എടുക്കുന്നത് ലൈക്ക് അവരുടെ സമ്മതത്തോട് ഡെഫിനറ്റ്ലി അവരെന്നെ കയറി അടിക്കത്തില്ലേ? മൈത്രേനെ ഏതെങ്കിലും ഒരു സമയത്ത് തന്നെ അടിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും ദേഷ്യം വന്നു പുള്ളിക്ക്. ആക്ച്വലി പുള്ളി എല്ലാവരുടെ ഇന്റർവ്യൂന്ന് ഇറങ്ങി പോകുന്ന പുള്ളിയുടെ രീതിയാണ്. അത് പുള്ളിക്ക് ഇപ്പൊ സ്റ്റൈലാക്കി വെച്ചിരിക്കും. ഏത് ഇന്റർവ്യൂന്ന് പുള്ളി ഇറങ്ങി പോകും. പക്ഷെ ഞാനെടുത്ത സമയത്ത് അതാണ് എനിക്ക് തോന്നുന്നു, പിന്നെ മറ്റേ നമ്മുടെ എന്താണ് മട്ടാഞ്ചേരി മാർട്ടിന് ശേഷം വൈറലായ ഇന്റർവ്യൂ ആണ്. എന്നെ ട്രോൾ ചെയ്യുക, ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടിയ ഇന്റർവ്യൂകളൊന്നാണ് ഈ മൈത്രേനെ. അത് ഞാൻ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇതുപോലെ മൈത്രൻ ഇരിക്കുമ്പോൾ മൈത്രനോട് കുറച്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. നമ്മൾ പ്രപഞ്ചമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് എനിക്ക് തിരിച്ച് മറുപടി ചോദിക്കാനുണ്ട്. ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാം മെഹർ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ മൈത്രന്റെ മുഖം ഇങ്ങനെ ചുമന്ന് തൂടുത്ത് പുള്ളി ഇവിടെയൊക്കെ വിയർക്കുക. അപ്പം എക്സ്ട്രീം ദേഷ്യം, പുള്ളി വിറയ്ക്കുക സംസാരിക്കുമ്പോൾ. ഇതിനൊക്കെ ഞാൻ ഗസ്റ്റാണ്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ പുള്ളി വിറയ്ക്കുമോ ദേഷ്യം കൊണ്ട്. അപ്പോൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്ററി. എനിക്കത് ആ വൈബ് കിട്ടുന്നുണ്ട്, ആ ഓറ എനിക്ക് കിട്ടുന്നുണ്ട്. പുറകിലിരുന്ന് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുമ്പോൾ ഞാൻ കണ്ണ് കാണിക്കുന്നുണ്ടോ, ഇനി ഇത് തുടർന്നാൽ പുള്ളി പകുതി കിട്ടി ഇറങ്ങി. എനിക്കതൊരു പുതിയ അനുഭവം. എൻ്റെ മുമ്പിൽ നിന്ന് ഗസ്റ്റുകളൊന്നും ഇറങ്ങി പോയിട്ടില്ല, ഞാൻ ഇറങ്ങി പോയിട്ടേ ഉള്ളൂ.